മൂത്രത്തിൽ രക്തം പോവുക ആര് കണ്ടാലും ചിലപ്പോൾ പേടിച്ചു പോകും. ചിലപ്പോൾ ചെറിയ രീതിയിൽ ചെറിയൊരു നിറവ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചില ആൾക്കാർക്ക് മൂത്രം ഒഴിക്കുന്ന മുഴുവൻ രക്തമായിട്ട് തന്നെ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ രോഗി പേടിക്കേണ്ട എന്ത് രീതിയിലുള്ള കാര്യമാണെങ്കിലും അതിനുള്ള ചികിത്സയുണ്ട്. തക്ക സമയത്ത് ഡോക്ടറെ അടുത്ത് പോയി വേണ്ട രീതിയിൽ അതിന് ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മൂത്രത്തിൽ രക്തം വരിക എന്നൊക്കെ നമുക്ക് നോക്കാം. ബേസിക്കലി ഒരു 2 തരം രോഗങ്ങൾ കാരണം മൂത്രത്തിൽ രക്തങ്ങൾ വരാം. നമ്മുടെ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ സർജിക്കൽ അസുഖങ്ങളും മെഡിക്കൽ അസുഖങ്ങളും. സർജിക്കൽ അസുഖങ്ങൾ എന്ന് വെച്ചാൽ മൂത്രനാളിയിലോ അല്ലെങ്കിൽ മൂത്രാശയ വ്യവസ്ഥയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരം ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ല് കാരണമോ ബ്ലീഡിംഗ് ഉണ്ടായാൽ അതൊരു സർജിക്കൽ കോസ് ആണെന്ന് നമുക്ക് പറയാം. വേറെ മെഡിക്കൽ കോസ് എന്ന് വെച്ചാൽ ചില കിഡ്നിയുടെ ഒരു മെഡിക്കൽ റീനൽ ഡിസീസ് എന്ന് പറയും. ആ ഒരു അസുഖത്തിന്റെ രോഗലക്ഷണം തന്നെ മൂത്രത്തിൽ രക്തം വരുന്നതാകാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ IgA നെഫ്രോപ്പതി തുടങ്ങിയ അസുഖങ്ങൾക്ക് മൂത്രത്തിൽ രക്തം വരാം. അപ്പോൾ ഈ 2 രീതിയിലുള്ള അസുഖങ്ങളും 2 രീതിയിലാണ് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതും 2 രീതിയിലായിരിക്കും ചികിത്സ ചെയ്യേണ്ടതും 2 തരം ഡോക്ടർമാരായിരിക്കും ഇത് ചികിത്സിക്കേണ്ടത്. ഇതിൽ യൂറോളജി ഡോക്ടർമാർ ഇതിന്റെ സർജിക്കൽ കാരണങ്ങൾ കൊണ്ടുള്ള രക്തം പോക്കായിരിക്കും ചികിത്സിക്കുന്നത്. നെഫ്രോളജി ഡോക്ടർമാർ മെഡിക്കൽ കോസ് കൊണ്ടുള്ള ഈ രക്തം പോക്കായിരിക്കും ചികിത്സിക്കുന്നത്. സാധാരണമായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് സ്കാൻ. എന്തെങ്കിലും മുഴകളോ ഗ്രോത്തോ അല്ലെങ്കിൽ സ്റ്റോണോ മൂത്രാശയ വ്യവസ്ഥയിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് പലപ്പോഴും അതിൻ്റെ ഒരു തുടക്കത്തിലെ സൂചന കിട്ടും. ചിലപ്പോൾ വ്യക്തമായിട്ട് തന്നെ ഒരു പിക്ചർ കിട്ടിയെന്നിരിക്കാം. അങ്ങനെ ഒരു സൂചന കിട്ടിയാൽ ചിലപ്പോൾ അടുത്ത പടിയായിട്ട് നമുക്ക് CT സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരാം. ഇങ്ങനെ ഒരു ഗ്രോത്ത് എവിടെയാണുള്ളത് അതെല്ലാം കണ്ടുപിടിക്കേണ്ടി വരാം. അതിന് വേണ്ട ചികിത്സ ചെയ്യുകയും